നമ്മൾ കുവൈറ്റിൽ ഖുറൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നതാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ട്. ഇത് അറബിക് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പം അവിടുത്തെ ഒരു സ്ഥലവും ഇതൊക്കെ നമുക്കൊന്ന് കാണാവേ. ചൂടേ സഹിക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്, നല്ല ചൂടാണ്. 52 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട്. നമുക്ക് നല്ല ഉച്ചയാണ്, വെളിയിലിറങ്ങാന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ വിചാരിച്ച് എന്നാൽ ഒരു അറബിക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഉച്ചയായപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇവിടുത്തെ എയർപോർട്ട്, കുവൈറ്റിൻ്റെ എയർപോർട്ട്. നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാമെന്ന് അറിയത്തില്ല, ഒരു ഗോൾഡൻ കളർ കണ്ടില്ലേ, കാണുന്നതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു 10-15 മിനിറ്റ് അത്രയും ദൂരമുള്ളൂ കേട്ടോ. ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ആകാശമൊക്കെ നല്ല നീല കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകവും തോന്നി, നല്ലൊരു രസവും തോന്നി. ഇപ്പം എന്നാൽ ഞാൻ ഓർക്കുന്ന ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ പോകുന്നത് ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ് ഖുറൈനിലുള്ളത്. കുവൈറ്റിലുള്ളവർക്ക് അറിയായിരിക്കും ഖുറൈൻ എന്ന് പറയുമ്പോഴത്തേക്കും. അവിടെയുള്ള ഒരു ഫ്രീജ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ പേര്, അറബിയിൽ എഴുതിയേക്കുന്നതാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് പാർക്കിംഗ് ചെയ്യാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ട് കിടക്കുവാണ്. ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ ഓരോരോ സെപ്പറേറ്റ് റൂമാണ്. ഞാൻ ഒത്തിരി ഒന്നും കവർ ചെയ്തിട്ടില്ല, ഞാൻ കുറച്ചേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ആ പോയ വഴികൾ മാത്രമുള്ളൂ കേട്ടോ എടുത്തുള്ളൂ. ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഇങ്ങനെ അക്വേറിയം പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഫിഷിനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോടത്തും. ഇതിങ്ങനെ 3 നിലയായിട്ട് കിടക്കുക കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പോയത്. അതുപോലെ തന്നെ ബേസ്മെന്റും ഉണ്ട്, ഗ്രൗണ്ടും ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ റിസപ്ഷനിൽ നിന്ന് ചോദിക്കും നമ്മൾ എത്ര പേരുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ എത്ര പേരുണ്ടോ അതനുസരിച്ച് നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു റൂം അവർ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തരും കേട്ടോ. നമ്മൾ പറയുമല്ല, അവർ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നതാണ്. നമ്മൾ വരുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് തരുന്നതാണ് അവർ ആ ഒരു സലാഡും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് സൂപ്പ് കേട്ടോ. അപ്പോൾ ഈ ബണ്ണിനകത്തുള്ള സൂപ്പ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇതുവരെയായിട്ടും അതിനകത്ത് അങ്ങനെ കുടിച്ചിട്ടില്ല സൂപ്പ്. അപ്പം ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് ഓർത്ത് ട്രൈ ചെയ്ത് കേട്ടോ. അപ്പം എല്ലാവരും ആദ്യമേ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തേ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് അതെങ്ങനെയാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സലാഡ് തരുന്ന കൂട്ടത്തിൽ തന്നെ അവരൊരു സ്വീറ്റും കൂടെ തരും കേട്ടോ. അതിൻ്റെ പേരും എനിക്ക് അറിയത്തില്ല എന്താന്ന്, പക്ഷെ ഒരു സ്വീറ്റും ഒരു സലാഡും കൂടിയാണ് അവർ ആദ്യമേ തരുന്നത്. ഇങ്ങനത്തെ ഒരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സെപ്പറേറ്റ് റൂം പോലെ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെ ഇങ്ങനെ തുറന്ന് കയറുമ്പോൾ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ അതിന് മേലെ ഇങ്ങനെയൊക്കെ ഒരു ഡെക്കറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ മജ്ബൂസും പിന്നെ ലാമ്പ് മജ്ബൂസുമാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂപ്പൊക്കെ കുടിച്ച് തീർത്ത് അത് ആദ്യമേ തന്നെ കുടിച്ചായിരുന്നു, പിന്നെയാണ് ഫുഡ് വന്നത്. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. പിന്നെ കൂടത്തിൽ അതിൻ്റെ കൂടെ തന്നെ ഗ്രില്ലിൻ്റെ കൂടെ റൊട്ടിയും കൂടെ വരുന്നുണ്ട്. അവന്മാർ ആ കിളിവാതിലിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്ക് ചുമ്മാ ഒരു കൗതുകം തോന്നി എടുത്തതാട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ടയേർഡായി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.